എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പൊ നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു, അതുപോലെ സേഫ് ആയിട്ടിരിക്കാന്ന് കരുതുന്നു. അപ്പോ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഷെയർ ചെയ്ത് തന്ന ഒരു ടിപ്പാണ്. അതായത് ഒരു ഫേസ് പാക്ക് ആണ്. അപ്പൊ എനിക്ക് കമന്റ് ബോക്സിൽ ഇങ്ങനെ വരാറുണ്ട്. അപ്പൊ ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ എന്തെങ്കിലും പാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്ത് തന്നു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ കൂടെ ട്രൈ ചെയ്തിട്ട് അത് ഓക്കെയാണ്, നല്ലൊരു റിസൾട്ട് കിട്ടുന്നു എങ്കിൽ എന്തായാലും നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ പബ്ലിഷ് ചെയ്യുമെന്ന് പറയാറുണ്ട്. അപ്പൊ ചിലരൊക്കെ പറയും പേരൊന്നും പറയണ്ടെന്ന് പറയും. അപ്പൊ ഇന്ന് ആളുടെ പേരൊന്നും പറയുന്നില്ല. പക്ഷെ ഈ ഒരു പാക്ക് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. നല്ലൊരു പാക്കാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഒരു നിറം കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഒരു തിളക്കം കിട്ടുന്ന ഒരു പാക്കാണ്. ഒരു ഇൻസ്റ്റന്റ് സ്കിൻ വൈറ്റനിങ് ബ്രൈറ്റനിങ് പാക്കാണ്. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാം. ഒരു സബ്സ്ക്രൈബർ സെഗ്മെന്റ് പോലെ നമുക്കിത് വെക്കാം. അപ്പൊ എന്താ വൈകിക്കേണ്ട, വേഗം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ക്യാരറ്റാണ്. അപ്പോൾ ഒരു ചെറിയ ക്യാരറ്റ് മതി, നമ്മളെ മുഖത്ത് മാത്രമല്ലേ തേക്കുന്നുള്ളൂ. അപ്പം ഞാനിത് കഴുകി വൃത്തിയാക്കി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ നിന്ന് ജ്യൂസ് അരിച്ചെടുക്കുകയാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ജ്യൂസാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അരിച്ചെടുത്തപ്പോൾ നമുക്ക് ഇത്ര ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പാക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് അരിച്ചെടുക്കാണ്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അരിച്ചെടുക്കാണ്ട് നമുക്ക് തേനും ചേർത്തിട്ട് മുഖത്ത് പുരട്ടാം. അപ്പോൾ ഞാനിവിടെ തേൻ ഉപയോഗിക്കുന്നില്ല. ഒരു ടേബിൾ സ്പൂൺ കടലപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ തൈരുമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്യാം. അപ്പോൾ തൈരിന് പകരം നമുക്ക് പാലെടുക്കാം. അപ്പോൾ നല്ലൊരു സ്കിൻ ബ്രൈറ്റനിങ് സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്കാണിത്. ഇനി തൈര് പറ്റാത്തവർക്ക് ഇതിൽ റോസ് വാട്ടർ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എപ്പോഴും നല്ല വൃത്തിയുള്ള മുഖത്ത് വേണം ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഈ വേർപ്പൊക്കെ ഉള്ള സമയത്താണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇവിടെയൊക്കെ കുറേ സുഷിരങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പൊടിയും അഴുക്കൊക്കെ കാണും. അതിന് മേലെയായിരിക്കും നമ്മൾ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ സ്കിന്നുകൾക്കൊന്നും തന്നെ ഇതിലുള്ള ഇൻഗ്രീഡിയൻസിനെ അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമുക്കൊരു നല്ല റിസൾട്ട് കിട്ടാത്തത്. പിന്നെ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മൾ അറ്റ്ലീസ്റ്റ് സ്ക്രബ് ചെയ്തിരിക്കണം. അപ്പം അങ്ങനെയുള്ള ഒരു മുഖത്താണ് നിങ്ങൾ ഈ ഒരു പാക്കൊക്കെ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പം ഞാനിപ്പോൾ ഫേസൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ക്യാരറ്റിൽ ധാരാളം വൈറ്റമിൻ എ, വൈറ്റമിൻ കെ, വൈറ്റമിൻ സി ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ബീറ്റ കരോട്ടിനും ഉണ്ട്. ഇതൊക്കെ നമ്മുടെ സ്കിൻ ടോണിനെ ഇമ്പ്രൂവ് ചെയ്യിക്കുന്നതാണ്. അതായത് നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോ കൂട്ടാൻ സഹായിക്കും, അതുപോലെ തന്നെ നിറം കൂട്ടാൻ സഹായിക്കുകയും ചെയ്യും. പിന്നെ ഇത് ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിനെ നല്ലോണം ക്ലീൻ ചെയ്യും. പിന്നെ ക്യാരറ്റ് ഉള്ളിലേക്ക് കഴിക്കുന്നത് നല്ലതാണ്. നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ മുടിക്ക് നല്ലതാണ്, കണ്ണിന് നല്ലതാണ്. പിന്നെ ഇതിൽ ചേർത്തിരിക്കുന്ന കടലപ്പൊടി ആണെങ്കിലും തൈരാണെങ്കിലും നമ്മുടെ സ്കിന്നിൽ ടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കും. നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ ക്ലെൻസ് ചെയ്യും. അപ്പോൾ ഇതിപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്. ഞാനിതൊന്ന് കഴുകിയിട്ട് വരാം. കഴുകിയപ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നെസ് ഉണ്ട്, അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോയിങ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പാക്ക് ട്രൈ ചെയ്തവർക്കറിയാം എത്രമാത്രം ഗ്ലോയിങ് എഫക്റ്റ് തരും ഈ ഒരു പാക്കെന്ന്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായ മാറ്റം എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്നും പറയാറുള്ളത് പോലെ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.